ഹായ് ഓൾ. ഇന്നത്തെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ കുറച്ച് കാര്യങ്ങളോടൊപ്പം നമ്മുടെ ഇംഗ്ലീഷ് കൂടിയാണ്. ഓക്കെ, അപ്പോൾ ജീവിതത്തിലൂടെയാണ് നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് പഠിക്കുന്നത്. അപ്പം നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഒരുങ്ങാം. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ നടക്കാറുണ്ട്. ഓക്കെ, ദർ ആർ സോ മെനി തിങ്സ് ദാറ്റ് ഹാപ്പൻ ഇൻ അവർ ലൈഫ്. പക്ഷേ നമ്മളതെല്ലാം എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. There is no need to reveal all these things to others. Okay, അപ്പൊ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് കുറച്ച് മറച്ചു പിടിക്കേണ്ട കാര്യങ്ങൾ, അതായത് we have to keep something as secret in our life. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സീക്രട്ട് ആയിട്ട് കൊണ്ടു നടക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ സീക്രട്സ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിലൂടെ we are going to learn more and more English. ഓക്കെ, അപ്പൊ നമ്മൾ അതിലൂടെ ഒത്തിരി ഇംഗ്ലീഷും പഠിക്കും. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഈ സീക്രട്സ് എന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ദിസ് വൺ, യുവർ പ്ലാൻ ആൻഡ് ഗോൾസ്. യുവർ പ്ലാൻ ആൻഡ് ഗോൾസ്. അപ്പൊ നമ്മുടെ പ്ലാനുകളും ഗോൾസ് ഇത് രണ്ടുമാണ് നമ്മൾ മറ്റുള്ളവരോട് ഈ സീക്രട്ട് ആയിട്ട് വെച്ച് വെളിപ്പെടുത്താതിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ പ്ലാൻസ് എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം എന്താണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടാവും. നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണം, അപ്പൊ നമ്മൾ നാളെ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് പബ്ലിക്കായിട്ട് പറയാതെ നമ്മളത് നമ്മുടെ ഉള്ളിൽ ഒരു സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്ത് വെച്ച് അത് പരമാവധി നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അപ്പൊ ഈ പ്ലാൻസ് നമ്മൾ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ഒരു കാര്യമല്ല. അപ്പൊ അതൊരു സീക്രട്ട് ആയിട്ട് നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കുക. അതുപോലെ തന്നെയാണ് നമ്മുടെ ഗോൾസ്, നമ്മുടെ ലക്ഷ്യങ്ങൾ. കാരണം നമ്മളിപ്പോൾ നമ്മുടെ പ്ലാൻസും ഗോൾസും ഒക്കെ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് കിടക്കുമ്പോഴേക്കും നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ അത് സാധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അവരുടെ മുമ്പിൽ ഒരു പരിഹാസപാത്രമായേക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ പറ്റി ഇങ്ങനെ പറയാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. ഓക്കെ, അപ്പം നമുക്ക് പ്ലാൻസ് ആൻഡ് ഗോൾസ് ആണ് നമ്മൾ ഇംഗ്ലീഷിൽ ഇന്ന് പഠിക്കാനായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്ലാൻസ് എന്ന് പറയുമ്പോഴേക്കും സെന്റൻസുകളിൽ എങ്ങനെ ഉപയോഗിക്കും? എനിക്ക് ഒത്തിരി പദ്ധതികളുണ്ട് എന്നെങ്ങനെ പറയും? ഐ ഹാവ് മെനി പ്ലാൻസ്. ഞാൻ എൻ്റെ പദ്ധതികൾ പൂർത്തീകരിക്കുന്നു. ഐ ഫുൾഫിൽ മൈ പ്ലാൻസ്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി പ്ലാനുകൾ ഉണ്ടാക്കുക, പദ്ധതികൾ രൂപീകരിക്കുക. എങ്ങനെ പറയും? Make plans for your life. Make plans for your life. കണ്ടോ? ഇനി ഗോൾസ് എന്ന് പറയുമ്പോഴേക്കും നമുക്കുള്ള ലക്ഷ്യങ്ങൾ. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക. ഓക്കെ, യു അറ്റൈൻ യുവർ ഗോൾസ്. യു അറ്റൈൻ യുവർ ഗോൾസ്. ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കുക. ട്രൈ ടു ഗെറ്റ് യുവർ ഗോൾസ്. ലക്ഷ്യം നേടാൻ പരിശ്രമിക്കുക. ട്രൈ ടു ഗെറ്റ് യുവർ ഗോൾസ്. ലക്ഷ്യം നേടാൻ പരിശ്രമിക്കുക. അവന് കുറെ ലക്ഷ്യങ്ങളുണ്ട്. ഹി ഹാസ് മെനി ഗോൾസ്. ഹി ഹാസ് മെനി ഗോൾസ്. കണ്ടോ? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പ്ലാൻസ് ആൻഡ് ഗോൾസ് ഉണ്ട്. ബട്ട് വി ഹാവ് ടു കീപ് ഇറ്റ് ആസ് എ സീക്രട്ട്. സെക്കൻഡ് സീക്രട്ട് അല്ലെ? ഇനി അടുത്തൊരു സീക്രട്ട് ഏതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്? കീപ് യുവർ പേഴ്സണൽ ലൈഫ്. അടുത്തത് പേഴ്സണൽ ലൈഫ്, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതം, പേഴ്സണൽ ലൈഫ്. വി ഹാവ് ടു കീപ് അവർ പേഴ്സണൽ ലൈഫ് ആസ് എ സീക്രട്ട്. നമുക്ക് നമ്മുടെ ഈ വ്യക്തിപരമായിട്ടുള്ള ജീവിതം, പേഴ്സണൽ ലൈഫ് ഒരു സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യണം. ഓക്കെ, അപ്പൊ പേഴ്സണൽ എന്ന് പറയുന്ന ആ ഒരു പദം ഉപയോഗിച്ചിട്ട് സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്ത് നോക്കി. ഓക്കെ, ഇതെന്റെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമാണ്. എങ്ങനെ പറയും? ദിസ് ഈസ് മൈ പേഴ്സണൽ പ്രോബ്ലം. അല്ലെങ്കിൽ ഇതെന്റെ വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമാണെന്നാണെങ്കിൽ ദിസ് ഈസ് മൈ പേഴ്സണൽ മാറ്റർ. ഇതെന്റെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമാണ്, നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട. എങ്ങനെ പറയും? ദിസ് ഈസ് മൈ പേഴ്സണൽ മാറ്റർ. യു ഡോണ്ട് ഹാവ് ടു ഇന്റർഫിയർ ഇൻ ദിസ്. യു ഡോണ്ട് ഹാവ് ടു ഇന്റർഫിയർ ഇൻ ദിസ്. ഇന്റർഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടപെടുക. അപ്പൊ നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട. യു ഡോണ്ട് ഹാവ് ടു.
യു ഡോണ്ട് ഇന്റർഫിയർ ഇൻ ഇറ്റ് എന്ന് പറഞ്ഞാലും ശരിയാണ്. യു ഡോണ്ട് ഇന്റർഫിയർ ഇൻ ഇറ്റ്. നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല എന്നുള്ളതിന് യു ഡോണ്ട് ഹാവ് ടു ഇന്റർഫിയർ ഇൻ ദിസ് മാറ്റർ. മൂന്നാമത്തെ സീക്രട്ട് ആണ് യുവർ വീക്ക്നെസ്സസ്. അതായത് നിങ്ങളുടെ ബലഹീനതകൾ, നിങ്ങളുടെ വീക്ക് പോയിന്റ്സ് എന്ന് പറയില്ലേ, നിങ്ങളുടെ ബലഹീനതകൾ, അത് നിങ്ങൾ എല്ലാവരുമായിട്ട് റിവീൽ ചെയ്ത് നടക്കേണ്ട കാര്യമില്ല. വി ഡോണ്ട് ഹാവ് ടു റിവീൽ അവർ വീക്ക്നെസ്സസ് ടു അതേഴ്സ്. നമുക്ക് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ബലഹീനതകൾ നമ്മൾ മറ്റുള്ളവരോട് പറയേണ്ട കാര്യമില്ല. നമ്മൾ സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം ഇന്ന് നമ്മൾ നമ്മുടെ ഒരു ബലഹീനത പറഞ്ഞു, നാളെ വരുമ്പോഴേക്കും ഈ ബലഹീനത മാറിപ്പോകാം. അപ്പോൾ മറ്റുള്ളവരുടെ മൈൻഡിൽ ഇതൊരു ബലഹീനത, ഇവനൊരു ഇങ്ങനത്തെ ഒരു ബലഹീനത ഉണ്ട് എന്നുള്ള കാര്യം സ്ട്രോങ് ആയിട്ട് നിൽക്കും. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നമ്മൾ കെയർഫുൾ ആയിരിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വീക്ക്നെസ് എന്ന് പറയുന്ന ആ ഒരു വാക്ക് എടുത്തിട്ട് നമുക്ക് സെന്റൻസുകൾ ഉണ്ടാക്കാം. ഇത് എന്റെ ബലഹീനതയുടെ ഒരു വശമാണ്, ഒരു ഏരിയ ആണ്. എങ്ങനെ പറയും? ദിസ് ഈസ് മൈ ഏരിയ ഓഫ് വീക്ക്നെസ്. ദിസ് ഈസ് മൈ ഏരിയ ഓഫ് വീക്ക്നെസ്. എന്റെ ബലഹീനതയെ ചൂഷണം ചെയ്യരുത്. എന്റെ ബലഹീനതയെ ചൂഷണം ചെയ്യരുത്. ഡോണ്ട് എക്സ്പ്ലോയിറ്റ് മൈ വീക്ക്നെസ്. ഡോണ്ട് എക്സ്പ്ലോയിറ്റ് മൈ വീക്ക്നെസ്. അവളുടെ ബലഹീനതയിൽ അവളെ സഹായിക്കൂ. ഹെൽപ്പ് ഹെർ ഇൻ ഹെർ വീക്ക്നെസ്. ഹെൽപ്പ് ഹെർ ഇൻ ഹെർ വീക്ക്നെസ്. അടുത്തൊരു സീക്രട്ട് ആണ് യുവർ ഫാമിലി പ്രോബ്ലം. ഓക്കെ, യുവർ ഫാമിലി പ്രോബ്ലം. നമ്മളെല്ലാവരും ഓരോ ഫാമിലീസിൽ നിന്ന് വന്നിരിക്കുന്നവരാണ് അല്ലെ. നമുക്ക് ഓരോ കുടുംബങ്ങളുണ്ട്. അപ്പൊ ഈ കുടുംബങ്ങളിലെ നമ്മുടേതായിട്ടുള്ള രഹസ്യങ്ങൾ, നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ, നമ്മളത് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കേണ്ട കാര്യമില്ല അല്ലെ. അരമന രഹസ്യം അങ്ങാടിപ്പാട്ടാക്കേണ്ട ഒരു കാര്യമില്ലെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. സോ വി ഡോണ്ട് ഹാവ് ടു ഷെയർ അവർ ഫാമിലി പ്രോബ്ലംസ് വിത്ത് അതേഴ്സ് അല്ലെ. ഇങ്ങനെ എല്ലാവരോടും അല്ല, ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വി ഹാവ് ടു ഷെയർ അവർ പ്രോബ്ലം സംടൈംസ് വിത്ത് അവർ കൗൺസിലേഴ്സ് അല്ലെ. കൗൺസിലേഴ്സ് ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുന്നു. കാരണം എന്താണ് അവർ ചെയ്യുന്നത്? എന്താണ്? നമ്മുടെ പ്രോബ്ലംസിന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി തരാൻ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്കതാവാം. ബട്ട് ഇൻ അനദർ മാറ്റേഴ്സ് അല്ലെ, മറ്റുള്ള കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ബി വെരി കെയർഫുൾ. വി ഹാവ് ടു ബി വെരി കെയർഫുൾ. സോ ഫാമിലി പ്രോബ്ലം, ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ട സെന്റൻസുകൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. എവിടെ നിങ്ങളുടെ കുടുംബം? വേർ ഇസ് യുവർ ഫാമിലി? നിങ്ങളുടെ കുടുംബത്തിൽ ആരൊക്കെയുണ്ട്? ഹൂ ആർ ദെയർ ഇൻ യുവർ ഫാമിലി? നീ നിന്റെ കുടുംബത്തെ എങ്ങനെയാണ് സഹായിക്കുന്നത്? ഹൗ ഡു യു ഹെൽപ്പ് യുവർ ഫാമിലി? അവൾ അവളുടെ കുടുംബത്തോടൊപ്പം അമേരിക്കയിൽ പോയി. ഷീ വെന്റ് ടു അമേരിക്ക വിത്ത് ഹെർ ഫാമിലി. കണ്ടോ? ഈ രീതിയിൽ നമുക്ക് ഫാമിലി ഉപയോഗിച്ചുള്ള സെന്റൻസുകൾ ഉണ്ടാക്കാം. ഈ ഫാമിലി പ്രോബ്ലംസ് ആണെങ്കിലും ഓക്കെ, നിങ്ങളുടെ കുടുംബ പ്രശ്നം പരിഹരിക്കൂ. ട്രൈ ടു സോൾവ് യുവർ ഫാമിലി പ്രോബ്ലം. നിന്റെ കുടുംബ പ്രശ്നത്തിൽ നീ വിഷമിക്കേണ്ട. ഡോണ്ട് വറി ഇൻ യുവർ ഫാമിലി പ്രോബ്ലം. നിങ്ങളുടെ കുടുംബ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തൂ. ഫൈൻഡ് സൊല്യൂഷൻ ഫോർ യുവർ ഫാമിലി പ്രോബ്ലം. കണ്ടോ? ഈ രീതിയിൽ സെന്റൻസുകൾ ഉണ്ടാക്കി പഠിക്കുക. അടുത്ത സീക്രട്ട് എന്താണ്? അൺപ്ലസന്റ് തിങ്സ് ഇൻ ലൈഫ്. അൺപ്ലസന്റ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ഇഷ്ടപ്പെടാത്ത, നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. നമുക്ക് സന്തോഷം തരാത്ത, പ്ലസന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ. അൺപ്ലസന്റ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് സന്തോഷം തരാത്ത, നമ്മളെ ദുഃഖിപ്പിക്കുന്ന, നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ സീക്രട്ട് ആക്കി വെക്കണം. നമുക്കത് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴേക്കും അതിന്റെ വിപരീത ഫലങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്. Therefore, we have to keep our unpleasant things in life as a secret. അപ്പൊ അതുകൊണ്ടാണ് അൺപ്ലസന്റ് തിങ്സ് നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു സീക്രട്ട് ആക്കി വെക്കണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അൺപ്ലസന്റ് എന്ന് പറയുന്ന ആ ഒരു പദം ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസുകൾ നമുക്ക് നോക്കാം. നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ സന്തുഷ്ടനായിട്ട് നടക്കുന്നത്? വൈ ആർ യു അൺപ്ലസന്റ്? എനിക്ക് അവളുടെ ആ ഒരു സന്തോഷം തരാത്ത കമന്റ് ഇഷ്ടപ്പെട്ടില്ല. ഐ ഡിഡ് നോട്ട് ലൈക്ക് ഹെർ അൺപ്ലസന്റ് കമന്റ്.
Okay. I did not like her unpleasant comment. സന്തോഷം തരാത്ത ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. Don't interfere in unpleasant matters. Don't interfere in unpleasant matters. ഇത് നമ്മൾ സീക്രട്ട് ആക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. The secrets of your friends. The secrets of your friends. ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരി നമ്മളോട് കുറെ കാര്യങ്ങൾ രഹസ്യമായിട്ടൊക്കെ വന്നു പറയും. അപ്പോൾ നമ്മുടെ ടെൻഡൻസി എന്താണ്? We go and share the matters with others. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് വേറെ ആൾക്കാരോട് ഷെയർ ചെയ്യും. ഒരിക്കലും we should not do like that, അല്ലേ? നമ്മൾ അങ്ങനെ ചെയ്യരുത്. എന്തുകൊണ്ടാണ്? These things will be worsened after. നമ്മൾ ഇത് പറയുമ്പോഴേക്കും അത് പിന്നീട് കൂനുമേ കുരുവായതുപോലെ ആയിട്ട് മാറും, അല്ലെ? നമ്മളിത് പറഞ്ഞു, അത് ഇന്നയാള് പറഞ്ഞു, അത് ഇയാൾ പറഞ്ഞു, അയാളോട് പറഞ്ഞു, അങ്ങനെ അങ്ങനെ വരുമ്പോഴേക്കും അതൊരു വലിയ പ്രശ്നമായിട്ട് മാറും. അന്വേഷിച്ച് വരുമ്പോഴേക്കും നമ്മുടെ ഫ്രണ്ടിന്റെ ആ ഒരു നമ്മളിലുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോവാനായിട്ട് ഇടയാവും. സോ വി ഹാവ് ടു കീപ് ദ മാറ്റേഴ്സ് ഓഫ് അതേഴ്സ് ആസ് സീക്രട്ട്, അല്ലെ? മറ്റുള്ളവർ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സീക്രട്ട് ആയിട്ട് സൂക്ഷിക്കണം. നിങ്ങൾ നിങ്ങളുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷനാണ് കീപ് ആസ് എ സീക്രട്ട്, അല്ലെ? യു ഹാവ് ടു കീപ് യുവർ സീക്രട്സ്. എങ്ങനെ സൂക്ഷിക്കണം? സുരക്ഷിതമായിട്ട് സൂക്ഷിക്കണം. യു കീപ് യുവർ സീക്രട്സ് സേഫ്, അല്ലെ? സേഫ് ആയിട്ട് സൂക്ഷിക്കുക. നിങ്ങൾ മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ സേഫ് ആയിട്ട് സൂക്ഷിക്കുക. എങ്ങനെ പറയും? യു കീപ് the secrets of others safe. അല്ലെങ്കിൽ you keep the secrets of others safely. ഓക്കെ, ഇത് രണ്ടും ഒരേ അർത്ഥമാണ്. ഇനി മറ്റുള്ളവരോട് നിങ്ങളുടെ കൂട്ടുകാരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കരുത്. എങ്ങനെ പറയും? Don't tell the secrets of your friends to others. Don't tell the secrets of your friends to others. അല്ലെങ്കിൽ don't share the secrets of your friends with others. അപ്പൊ share with, അല്ലെ? share with, tell to, അല്ലെ? ഞാൻ പറയരുത്. don't tell to others, don't share with others. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ കൂടുതൽ സെന്റൻസുകൾ ഉണ്ടാക്കി പഠിക്കുക. ഈ സീക്രട്സ് ഇൻ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൽ സീക്രട്സ് ആയിട്ട് തന്നെ കൊണ്ടുപോകണം. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക. അപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.